നമസ്കാരം. മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 19-കാരിയായ ചിത്രപ്രിയയുടെ കേസിൽ വൻ വഴിത്തിരിവാകുന്ന മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ തിരച്ചിലിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് കണ്ടെടുത്തത്. ചിത്രപ്രിയയുടെ അടുത്ത സുഹൃത്തായ അലൻ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതും മദ്യലഹരിയിൽ നടന്ന കൊലപാതകം. താൻ തന്നെയാണ് ചെയ്തത് എന്നാണ് അവന്റെ സമ്മത വാക്കുകൾ. ചിത്രപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ചിത്രപ്രിയയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സുഹൃത്ത് അലൻ സമ്മതിച്ചത്. മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തു എന്നാണ് പ്രതി പറഞ്ഞു വെക്കുന്നത്. ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്ക് അടിച്ചു. ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത്. അടുത്തുള്ള കടയിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നില്ല. ഇതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത കാലടി പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് കഴിഞ്ഞ ദിവസം മലയാറ്റൂരിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറിയതും. ഞായറാഴ്ച പുലർച്ചെ 1:53 ദൃശ്യങ്ങളാണ് ഇത്. മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും വീഡിയോയിലുണ്ട്. ചിത്രപ്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അലനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചിത്രപ്രിയയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടു എന്നായിരുന്നു തുടക്കത്തിൽ അലൻ പറഞ്ഞിരുന്നത്. തുടർന്ന് വിട്ടയച്ചു. പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെ അലനെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റം സമ്മതിച്ചത്. നിലവിൽ അലൻ പോലീസ് കസ്റ്റഡിയിലാണ്. ചിത്രപ്രിയയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെടുത്ത കല്ലുകളിൽ രക്തം പടർന്നിരുന്നു. കൂടാതെ തലയ്ക്ക് പിന്നിൽ ആഴത്തിലാണ് മുറിവേറ്റതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും വിശദമായ ചോദ്യം ചെയ്യലിനും ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാകും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. മരണകാരണം ശാസ്ത്രീയമായി ഉറപ്പിച്ച ശേഷം സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 3 ദിവസമായി ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു. ഈ കല്ലുകളിലാണ് രക്തം പുരണ്ടിരുന്നത്. ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴാണ് കാണാതാകുന്നത്. തുരുത്തിപ്പറമ്പിലെ ഷൈജുവിന്റെയും ഷീനയുടെയും മകളാണ്. ചിത്രപ്രിയയെ ശനിയാഴ്ച കാണാതായതിനെ തുടർന്ന് കാലടി പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു. മലയാറ്റൂർ ഭാഗത്ത് വെച്ച് കാണാതായി എന്നതായിരുന്നു പരാതി. സെബിയൂരിലെ പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി ചൊവ്വാഴ്ച തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 19 വയസ്സുകാരിയെ വീടിന് 1 കിലോമീറ്റർ അകലെ ഒഴിഞ്ഞ പറമ്പിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ 3 ദിവസമായി കാണാനില്ലായിരുന്നു. അത് വീടിന് തൊട്ടടുത്തായി തന്നെ. എന്നിട്ട് പോലും മറ്റാരും തന്നെ ഈ മൃതദേഹം അവിടെ കണ്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയൊരു ദുരൂഹത മണക്കുകയാണ്. ശനിയാഴ്ച മുതൽ കാണാനില്ലെന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. പിന്നീടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് സെബിയൂർ കാടപ്പറ റോഡിൽ കൂരംപള്ളി കയറ്റത്തിന് സമീപമുള്ള പറമ്പിലായി മൃതദേഹം കണ്ടെടുത്തത്. ബൈക്കിൽ ആ പ്രദേശത്ത് കുട്ടിയെ കൊണ്ടുവിട്ടു എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ അലൻ പറഞ്ഞത്. മൃതദേഹം കണ്ടെത്തിയതോടെ വീണ്ടും ചോദ്യം ചെയ്തു. എന്നിട്ടും ഒന്നും തുറന്നു പറഞ്ഞില്ല. ശരിക്കും പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ നിരവധി പേരാണ് കമന്റുകളിൽ ഒരുപാട് രോഷം പ്രകടിപ്പിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ്? സുഹൃത്ത് ബന്ധമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്? ഒരു മദ്യലഹരിയിൽ നടന്നിരിക്കുന്ന കൊലപാതകമാണ്. അതും ഒരു സംശയത്തിന്റെ പേരിൽ. അതൊരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള തർക്കമല്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു തർക്കമാണ്. ഈ ഒരു തർക്കം ഈ ഒരു കൊലപാതകത്തിൽ കലാശിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുട്ടികളുടെ മനോവ്യാപാരം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഷെറിൻ ജോർജ് എന്നൊരു വ്യക്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് പങ്കുവെക്കുന്നുണ്ട്. തീ കണ്ടാൽ അത് തീയാണ് എന്നും ചാടിയാൽ പൊള്ളുമെന്നും പറഞ്ഞുകൊടുത്ത് പെൺകുട്ടികളെ വളർത്തുക. പെൺകുട്ടികൾ വീട്ടിലെ ബുദ്ധിമുട്ട്, ജീവിതം ഇതൊക്കെ അറിഞ്ഞു വളരുക. മാതാപിതാക്കൾ മക്കൾ വീട്ടിൽ എന്തും തുറന്ന് സംസാരിക്കുവാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അമിതമായി വസ്ത്രം, കാശ്, ജീവിത സൗകര്യങ്ങൾ ഇതൊന്നും മക്കൾക്ക് കൊടുക്കരുത്. എല്ലാം വേണം ഒരു പരിധിക്ക്. ആൺ സുഹൃത്ത് എന്നൊരാൾ പെട്ടെന്നുണ്ടായി എന്ന് തന്നെ കരുതുക. പക്ഷെ അവൻ വിളിക്കുന്നതിന് പിന്നാലെ എല്ലാ പെൺകുട്ടികളും ചാടിപ്പോകരുത്. പഠിക്കാൻ വിടുമ്പോൾ കൂട്ടുകൂടി മദ്യപിക്കുന്ന ഗ്രൂപ്പിൽ പെൺകുട്ടികൾ ചെന്ന് പെടരുത്.
മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെ പലതുമുള്ളൊരു ലോകമായിരിക്കും അത്. അത്യാവശ്യം സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കണം. പക്ഷേ അവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, വരുന്നു എന്നൊക്കെ മാതാപിതാക്കൾ കുറെയൊക്കെ പല രീതികളിലും ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ 19 വയസ്സിൽ വീട് വിട്ടു. 21 മുതൽ 33 വരെ മറ്റൊരു രാജ്യത്ത് താമസിച്ചു. ഒരു കുടുംബവും കൂടെ ഇല്ലായിരുന്നു. എന്നിട്ടും വഴി പിഴച്ചോ? ഇല്ല. കാരണം അറിഞ്ഞു വളർന്നു. അത് തന്നെ. കുട്ടികളെ ആത്മീയതയിൽ വളർത്തുക, ഏത് മതമായാലും ദൈവത്തോട് അടുത്തു ചേർന്നുള്ള ജീവിതം നയിക്കുക. ഇതൊന്നും ഒരു ക്രൂരനായ കൊലപാതകയെ ന്യായീകരിക്കാൻ പറഞ്ഞതല്ല എന്നാണ് ആ ഒരു കുറിപ്പ്. ഇവർ പറഞ്ഞത് ശരി ആണ് എങ്കിൽ പോലും ആ മാതാപിതാക്കളുടെ വേദനയിൽ പങ്കുകൊള്ളുകയാണ് നമ്മൾ. കാരണം ആ മാതാപിതാക്കൾ ഒരിക്കലും ആ മകളുടെ മരണം അല്ലെങ്കിൽ മകളുടെ ജീവിതം അവസാനിക്കുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം എല്ലാ മക്കളെയും പോലെ തങ്ങളുടെ മക്കളും നല്ല നിലയിൽ വളരണം എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വളർത്തുന്നത്. തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ അമിതമായ ഒരു ദുഃഖത്തിൽ തന്നെയാണ്. ഒരിക്കലും അവർ ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് തങ്ങളുടെ മകൾക്ക് വന്നു ചേർന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. ഈ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടയിലാണ് സുഹൃത്ത് കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. കാണാതായതിനു പിന്നാലെ ചിത്രപ്രിയയുടെ കുടുംബം കാലടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ചിത്രപ്രിയയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും. ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മാതാവ് ജോലി ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിലെ സഹപ്രവർത്തകരുടെ തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റത്. കല്ലോ മറ്റെന്തെങ്കിലും ആയുധങ്ങളോ കൊണ്ട് ആക്രമിക്കുന്ന രീതിയിലുള്ള മുറിവാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. അടുത്തുള്ള കടയിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് തിരിച്ചു വന്നില്ല. കൂരപ്പള്ളി കയറ്റത്തിന് സമീപം റോഡിലായാണ് സമീപത്തെ വിജനമായ പറമ്പിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മൃതദേഹം കണ്ടെത്തിയത്. ചൂഷണത്തിനു വേണ്ടി സൗഹൃദം കെട്ടിപ്പടുക്കുന്നവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തത്തിലായിരിക്കും അകപ്പെടുക എന്നാണ് പലരും കമന്റ് സെക്ഷനിൽ അഭിപ്രായപ്പെടുന്നത്. ഭ്രാന്തമായ കാമവര്യന്മാരുടെ പുറകെ പൂശിയ കപട സ്നേഹത്തെ തിരിച്ചറിയുവാൻ സാധിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിലെ പരിധിവിട്ട സ്വാതന്ത്ര്യവും ഇഴകിച്ചേരലും ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതമെന്ന് ചിന്തിക്കാതെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ ശ്രമിക്കുക. ഇനി അവന് ജയിലിൽ കിടക്കാം. അവന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അപമാന ഭാരം പേറി ജീവിതം. ഇതാണ് ഇങ്ങനെ നടക്കുന്നവന്മാർ കൊണ്ടു നടക്കുന്നത്. മകനെ വിത്തുകാളയാക്കി നടത്തുന്ന മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. മദ്യം, മയക്കുമരുന്ന്, പ്രണയം, ആൺ സുഹൃത്ത്, അവസാനം പ്രാണൻ പോകുന്ന യൗവനങ്ങൾ. വിവരമില്ലാത്തത് അല്ല നമ്മുടെ കുട്ടികൾക്കുള്ള പ്രശ്നം, അനുസരണയില്ലായ്മയാണ്. അവരാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്, വിവരമില്ലാത്തവരാണ്. ഇതാണ് യുവജനങ്ങളുടെ കാഴ്ചപ്പാട്. നിയമ വഴിയെ പോയാൽ കിട്ടുന്ന ശിക്ഷ എന്താകുമെന്നതൊക്കെ നമുക്കറിയാം. ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്? ഒരു ഫോൺ കോളിന്റെ പേരിൽ സംശയമുണ്ടാകുന്നു. അതേ തുടർന്നൊരു കൊലപാതകം. മദ്യവും മയക്കുമരുന്നും ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. ഈ ലോകത്ത് ഇത്രയുമേറെ നിരവധി സമാനമായ വാർത്തകൾ കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ കുട്ടികൾ പിന്നെയും ഇത്തരം ചതികളിൽ പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കൊന്നെന്ന് അവൻ സമ്മതിച്ചാൽ പോലും 5-10 വർഷം വിചാരണ നടത്തി അവസാനം അവനെ കുറച്ചു വർഷം തടവിലിടുവാൻ വിധി വരും. ഇതല്ലേ നമ്മുടെ നിയമം? സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കൂടെ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് ഇത്തരം അറിവുകൾ കൂടി പകർന്നു നൽകണം. മാനുഷിക മൂല്യങ്ങളെല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളുടെ അവസ്ഥയാണ് വളരെ കഷ്ടം. കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ഭയപ്പെടുന്ന കാലം ജീവിതത്തെപ്പറ്റി ഒന്ന് പഠന വിഷയമാക്കുക. ആര് ആരോട് പറയും? സ്വയം ചിന്തിക്കുക, പ്രവർത്തിക്കുക. കേരളത്തിലെ മൊത്തം സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ. സ്വൈര്യ ജീവിതം തകരുമോ? സാധാരണക്കാർക്ക് കൂലിപ്പണിയെടുത്ത് ജീവിക്കാനോ പുറത്തിറങ്ങി നടക്കുവാനോ കഴിയുന്നില്ല. കലാലയ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണ സംഭവമല്ലേ? ഇതൊക്കെ ഇത്ര വിഷയം ആക്കാനുണ്ടോ? ഇതൊക്കെ സ്കൂൾ ജീവിതത്തിൽ ഉള്ളതാണ്. ഇന്നത്തെ യുവതലമുറയുടെ ഭയാനകമായ അവസ്ഥ മറ്റുള്ളവർക്ക് ഒരു പാഠമായി തന്നെ തീരണം. പുതുതലമുറയിലെ പെൺകുട്ടികൾ ആര് പറഞ്ഞാലും അനുസരിക്കാത്തതായി എത്രയോ സംഭവങ്ങൾ. കണ്ടാലും കേട്ടാലും പഠിക്കില്ല. മദ്യപാനികളും ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള ആൺ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുന്നതിൽ യാതൊരു മടിയും കാട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ തുടരെ ഉണ്ടാകുമെന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ആ കുടുംബത്തിന്റെ വേദനയോടൊപ്പം നമ്മൾ ചേരുകയാണ്. ആ മകൾക്ക് വേണ്ടിയിട്ട് എത്രയോ കഷ്ടപ്പെട്ടായിരിക്കും ആ മാതാപിതാക്കൾ ഇതുവരെയും ജീവിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ആ മകളുടെ മരണം ഇങ്ങനെ കാണേണ്ടി വന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാനും അപ്പുറമാണ്.